ഇത് കാണുന്ന അധികാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അധികാരികൾ ആരായിരുന്നില്ല ഇത് കാണുന്ന നല്ല മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയൊരു കൊച്ചും കൂടെ ഉണ്ട്. അപ്പം അവർ ഈ വീട്ടിലാണ് കിടക്കുന്നത്. അപ്പം ഇങ്ങനെയൊരു സംഭവം സംഭവിച്ച സ്ഥിതിക്ക് ആരെങ്കിലും നന്മ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർക്കും വന്ന് എന്തെങ്കിലും ചെയ്യാം. ഒരു വീടിന് വേണ്ടി അവർക്ക് കെട്ടറപ്പുള്ളൊരു വീട്. കുട്ടിയുടെ അപ്പൻ എന്താണ് ശരിക്കും സംഭവിച്ചത് നമ്മൾ രാവിലെ അറിയുന്ന കാര്യങ്ങൾ അറിയാം. രാവിലെ അറിയുന്നതെന്ന് വെച്ചാൽ ഞാൻ ജോലിക്കിങ്ങനെ പോകാറിയപ്പോഴത്തേക്കും ഇങ്ങനെ അനുവിൻ്റെ മോനെ പാമ്പ് കടിച്ച് എന്ത് പറ്റിയത് രാത്രി പാമ്പ് കടിച്ച് ആശുപത്രി പോയി മരണപ്പെട്ടെന്ന്. അപ്പം നമ്മളിവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ അച്ചാമ്മയും മകളുടെ തറയിൽ കിടക്കുകയായിരുന്നു. തറയിൽ കിടന്ന് അപ്പോൾ ഇതാ കാണുന്ന സൈഡിൽ കൂടെയാണ് അവിടെയായിരുന്നു കടിച്ചത്. അപ്പോൾ സംഭവം ഇത് പോയില്ല എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം പൊളിച്ച് മാറ്റി ഈ കല്ലും ഇവിടെ കുറേ പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം എല്ലാം പൊളിച്ച് മാറ്റി ആ കല്ലൊക്കെ പറക്കി മാറ്റിയപ്പോഴാണ് പാമ്പ് മൂർഖനാണെന്നുള്ള നമ്മളെ വിശ്വാസം. അകത്ത് അപ്പോൾ പുറത്തിൻ്റെ വാല് ഇങ്ങനെ പോകണമുണ്ടായിരുന്നു. അപ്പം നമ്മൾ എൻ്റെ അളിയനും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് നമ്മൾ അടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് സംഭവം ഇത് കയറി പൊക്കളഞ്ഞു. അപ്പോൾ ഇതിലേക്ക് കൂടെ കയറി അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കയറി പിന്നെ നമ്മളകത്ത് മെഷീൻ അടി കയറി ഇരുന്ന് പിന്നെ അതിനെ അപ്പോൾ അത് അപ്പുറത്തൊരു പൊത്ത് പോകാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ അതിന് നമ്മളെല്ലാവരും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഇവിടെയും കുത്തി നിർത്തി അടിച്ച് ബാലിലും കുത്തി തല വെളിയിലായിരുന്നു. അപ്പോൾ അങ്ങ് നമുക്ക് അപ്പുറത്ത് പോയി എല്ലാം പറക്കി മാറ്റി ചെന്നപ്പോഴത്തേക്ക് അത് ചീറാൻ വരുന്നത് നമുക്ക് എൻ്റെ സ്വഭാവങ്ങളൊക്കെ അറിയാം. അത് കൊത്താണല്ലോ. പിന്നെ അതിനെ ഈ വേറെ ഒരു തടി കഷ്ണം എടുത്ത് നമ്മൾ പയ്യുണ്ട് അവയുടെ തല ഇടിച്ച് അവിടെ ഇടിച്ചങ്ങ് നിർത്തി. അതിൻ്റെ അവിടെ ആദ്യം കഴിയും അവൻ ഇടിച്ചങ്ങ് നിർത്തി പിന്നെ കൊന്ന് എടുത്താണ് ഇവിടെ കൊണ്ടിട്ട് നമ്മളൊരു ടബയ്ക്കകത്താക്കി ഇട്ടേക്ക്. ഇല്ല അതാ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒറ്റ കുട്ടിയാണോ? 2 പേര്, ഒരാണും ഒരു പെണ്ണും. 8 വയസ്സുള്ള 8-9 വയസ്സ്. അതിൻ്റെ ഇളയതാണ് മോള്. എന്തായിരുന്നു ശരിക്കും അറിഞ്ഞത്? കുട്ടി എന്ത് പറഞ്ഞു എന്നാണ്? കുട്ടി ഇങ്ങനെ രാത്രി ചൊറിയുകയും അപ്പം ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് കിടന്നപ്പോഴത്തേക്ക് അവരിങ്ങനെ എന്താണ് സംഭവം പാമ്പ് കടിക്കുന്ന ആരും പ്രതീക്ഷ ഉണ്ടാവില്ലല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നീരാവും ഇങ്ങനെ ചൊറിഞ്ഞ നീരായി ബ്ലഡും ഉണ്ടായി. അങ്ങനെയാണ് അവർ കൊണ്ടുപോയത്. അപ്പം പല്ല് താന്നുള്ളതാണ് എൻ്റെ ഇത്. ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു ഈ ആശുപത്രി അധികൃതർ അവർ വേണ്ട രീതിയിലൊരു ഗൗരവത്തോടെ എടുത്തില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അല്ലാതൊന്നും അറിഞ്ഞില്ല. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യം അങ്ങനെയൊന്നും അറിഞ്ഞില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ വന്ന് അറിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഈ വീട് കണ്ടാൽ തന്നെ അറിയാം വീടിൻ്റെ അവസ്ഥ. അപ്പോൾ വീടിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു അങ്ങനെ എന്തെങ്കിലും? ഇതൊരു കുടികിടപ്പ് അവകാശമുള്ള ഇതിൽ കിട്ടിയതാണ്. അപ്പം അതിൻ്റെ അമ്മയ്ക്ക് പേരിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പം അവർ എഴുതി കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയണം. അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും എനിക്കറിയില്ല. വീടിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവർ വളരെ ലോയിലുള്ള ഇതാണ്. അതായത് ഇപ്പം അവൻ പോയി എന്തെങ്കിലും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അവൻ ഫേവർ ഗസ്റ്റിൻ്റെ ഇതൊക്കെയാണ്. മോളിപ്പം ഇവിടെ നമ്മളിവിടെ ഇരിക്കും മേടയിൽ കമ്പ്യൂട്ടർ സെൻ്ററിൽ ഇരിക്കുന്നുണ്ട്. മരണപ്പെട്ടത് മൂത്തതാണ്. സ്കൂള് നോബൽ സ്കൂൾ. വിഷമമുണ്ടാകുന്നു കേട്ടപ്പോൾ തന്നെ നമ്മളല്ലാതെ പോയത്. പിന്നെ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഓടിയാലൊന്നും ചെയ്യാനായിട്ട് ആരും ഇല്ല. തൃശ്ശൂരിലൊരു കുട്ടീൻ്റെ മരണം പിന്നെ ഇന്നലെ അവൻ ഈ വർഷം ഉത്സവത്തിനൊക്കെ ഞാൻ കാണാറില്ല. അങ്ങനെ ഈ വർഷം ഉത്സവത്തിന് നമ്മളിവിടെ രാവിലെ സ്റ്റേമ്പിലെ ഉത്സവത്തിന് ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഭയങ്കരമായിട്ട് ഉമ്മൊക്കെ ചെയ്തിട്ട് പോയ മോനാണ്. കാണും പിന്നെ കണ്ടിട്ടില്ല. അപ്പം അത്രയും നമുക്ക് മാനസികമായിട്ടുള്ള വിഷമമുണ്ട്. നമുക്ക് കരഞ്ഞു നിർത്തിട്ട് കാര്യമില്ല. മനസ്സിനകത്ത് നല്ല വിഷമമുണ്ട്. ഇത് കാണുന്ന അധികാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അധികാരികൾ ആരായിരുന്നില്ല ഇത് കാണുന്ന നല്ല മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയൊരു കൊച്ചും കൂടെ ഉണ്ട്. അപ്പം അവർ ഈ വീട്ടിലാണ് കിടക്കുന്നത്. അപ്പം ഇങ്ങനെയൊരു സംഭവം സംഭവിച്ച സ്ഥിതിക്ക് ആരെങ്കിലും നന്മ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർക്കും വന്ന് എന്തെങ്കിലും ചെയ്യാം. ഒരു വീടിന് വേണ്ടി അവർക്ക് കെട്ടറപ്പുള്ളൊരു വീട്. അപ്പോൾ ആ പയ്യനെ കൊണ്ട് വലിയ ഇതൊന്നും
ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളും കുടുംബമായിട്ട് ജീവിക്കുന്നത്, നമ്മളും ആ ഒരു ഇതിലൊക്കെ പോകുന്നതാണ്. നമ്മളും വലിയ സാമ്പത്തികമായിട്ടൊന്നുള്ള ആൾക്കാരല്ല. പക്ഷെ ഇത് പിന്നെ ഇങ്ങനെ താമസിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ടൊന്നും ഒന്നും വലുതായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ കാണുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒന്ന് സഹായിക്കാൻ മനസ്സുണ്ടാവണമെന്ന് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ പറയും. ഇങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. കാരണം 9 വയസ്സായ മോനെന്ന് പറയുമ്പോഴത്തേക്ക് ഓടിച്ചാടി നടന്ന് അവൻ ഇനി എന്തെല്ലാം ഇതിലെത്തേണ്ട ആളായിരുന്നു. അങ്ങനെയൊക്കെ ഇതായതാണ് പ്രതീക്ഷിക്കാത്ത.